ഞാൻ ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു സൈഡ് ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്ന് മറിച്ചിടാം. നമ്മൾ തന്തൂരി മസാല നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ പൊടിച്ചെടുത്താൽ മതി. എല്ലാ പീസുകളും ഒന്ന് മറിച്ചിടാം. ഓയിൽ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റും കൂടെ കഴിഞ്ഞു. ചിക്കൻ വെന്തിട്ടൊക്കെയുണ്ട്, പക്ഷെ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്നും കൂടെ ഒന്ന് മറിച്ചിടാം. ഇപ്പൊ നമുക്ക് നല്ല തന്തൂരി മസാലയുടെയൊക്കെ നല്ല ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. ഇപ്പം നമ്മളുടെ തന്തൂരി ചിക്കൻ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒട്ടും ഓയിലോ ബട്ടറോ ഒന്നും കാണുന്നില്ല. എല്ലാം അത് ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തന്തൂരി ചിക്കൻ ആണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇപ്പം നമുക്കൊരു ചാർക്കോൾ ചൂടാക്കാം. ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ട കത്തിച്ചാലും മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു സ്മോക്കി എഫക്റ്റ് നമ്മളുടെ തന്തൂരി ചിക്കന് കിട്ടും. ഇനി ഒരു ഗ്ലാസ്സിലേക്കോ സ്റ്റീൽ പാത്രത്തിലേക്കോ ആ കനലിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഒന്ന് മൂടി വെക്കാം. നല്ലൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മൂടി വെക്കാം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ. ഇപ്പൊ നമ്മുടെ ബൗളിൽ കാണാം നല്ലൊരു സ്മോക്കി എഫക്റ്റ് കാണുന്നത്. ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.